വിഭവങ്ങളുടെ ഈ സീരീസിലെ 4ാമത്തെ റെസിപ്പിയാണിത്, കപ്പ ചിപ്സ്. വട്ടത്തിലരിഞ്ഞിട്ടുള്ള കപ്പ ചിപ്സും നീളത്തിലരിഞ്ഞ് തയ്യാറാക്കുന്ന കപ്പ ഫിംഗർ ചിപ്സും രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഈ സീരീസിലെ മറ്റ് കപ്പ റെസിപ്പികളുടെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല കിടിലൻ വിഭവങ്ങളാണ്, കാണാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കല്ലേ. വറുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമയം തുടച്ച് മാറ്റിയിട്ട് എടുക്കുക. ഇതുപോലെ സ്ലൈസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാനാണെങ്കിൽ ഏറ്റവും തിന്നായിട്ട് കട്ട് ചെയ്യുന്ന സ്ലൈസർ ചൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2mm സ്ലൈസറാണ്. കൈകൊണ്ട് കട്ട് ചെയ്യാനാണെങ്കിൽ സാധിക്കുന്നിടത്തോളം ഒരേ കനത്തിൽ മുറിച്ചെടുക്കുക. ഇതിപ്പോൾ നേരെ എണ്ണയിലേക്ക് ചീകിയിടേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. വറുക്കാൻ എടുക്കുമ്പോൾ സാധാരണ അരിഞ്ഞതിന് ശേഷം അങ്ങനെ കഴുകാറില്ല, പ്രത്യേകിച്ച് ഫ്രഷ് കപ്പയാണെങ്കിൽ. കട്ടുള്ള കപ്പയാണെങ്കിൽ കഴുകാം. അങ്ങനെ കഴുകാനാണെങ്കിൽ കഴുകിയിട്ട് നിരത്തി വെച്ച് നല്ലപോലെ ഉണക്കിയതിന് ശേഷമേ വറുക്കാനായിട്ട് എടുക്കാവുള്ളൂ. ഇതുപോലെ ഇത്ര തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ വട്ടത്തിൽ വറുക്കാനായിട്ട് വളരെ കനം കുറച്ചാണ് അരിഞ്ഞതെങ്കിൽ കൊള്ളിയായിട്ട് വറുക്കാൻ നമ്മൾ അല്പം കൂടി കനത്തിലാണ് മുറിച്ചെടുക്കുന്നത്. എന്നാൽ ഒരുപാട് കനം കൂടിപ്പോകരുത്. കനം കൂടിപ്പോയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആദ്യം ഒരു സൈഡ് മുറിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കപ്പ തിന്നി പോവില്ല. അപ്പോൾ കപ്പ ഒരേപോലെ നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കുക. വട്ടത്തിൽ അരിഞ്ഞതിനേക്കാൾ ഏകദേശം 2 ഇരട്ടി തിക്നെസ് ഉണ്ടാവും ഇതിന്. അപ്പോൾ കപ്പ നമ്മൾ വട്ടത്തിൽ കനം കുറച്ചും നീളത്തിൽ അല്പം കനത്തിൽ കൊള്ളി പോലെയും അരിഞ്ഞെടുത്തു. ഇനി നമുക്കിത് വറുത്തെടുക്കണം. വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പും മുളക് പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം. ഉപ്പും മുളക് പൊടിയും തുല്യ അളവിലെടുത്ത് ഞാൻ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഞാനിവിടെ ഇപ്പോൾ 2ഉം ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത്. നിങ്ങളുടെ അളവിനും എരിവിനും അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ഓരോന്നായിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. കപ്പ നല്ല ക്രിസ്പി ആവുമ്പോൾ അരികു ഇതുപോലെ ബ്രൗൺ ആയി വരും. അപ്പോൾ കോരിയെടുക്കാം. അരികു മാത്രം ബ്രൗൺ ആയാൽ മതി, അകത്തോട്ട് വെളുത്ത് തന്നെ ഇരിക്കും. അകത്തും ബ്രൗൺ ആകാൻ വെയിറ്റ് ചെയ്താൽ അത് കരിഞ്ഞു പോകും. കാരണം നമ്മളിത് വാരിയെടുത്ത് കഴിഞ്ഞും ആ ചൂടിലത് വീണ്ടും മുരിയും. അതുകൊണ്ട് അരികു ബ്രൗൺ ആവുമ്പോൾ ഇളക്കുമ്പോൾ ക്രിസ്പി സൗണ്ട് കേൾക്കുമ്പോഴേക്കും തന്നെ കോരിയെടുക്കണം. കോരിയെടുത്ത ഉടൻ ചൂടോടെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അല്പം വിതറി കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ഫിംഗർ ചിപ്സും തയ്യാറാക്കിയെടുക്കാം. ഫിംഗർ ചിപ്സിന് കുറച്ചുകൂടി കനം ഉള്ളതുകൊണ്ട് അരികു ബ്രൗൺ ആയാൽ മാത്രം പോരാ, അതിൻ്റെ വശങ്ങളിലേക്കും ലേശം കളർ മാറണം. ഒരുപാടാവല്ലേ, കപ്പയുടെ വെള്ള നിറം ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി. അല്ലെങ്കിൽ കോരിയെടുത്ത് കഴിയുമ്പോൾ വീണ്ടും ആ ചൂടിൽ മൂപ്പ് കൂടിപ്പോവും. അതും ഈ പറഞ്ഞ പോലെ ആ ക്രിസ്പി സൗണ്ടിൽ നിന്നറിയാം അതിൻ്റെ പാകം. അതുപോലെ മൂത്ത് വരുമ്പോൾ പതയും കുറച്ച് അടിയും. അപ്പോൾ ഈ കൊള്ളി ചിപ്സും വാരിയെടുത്ത ഉടൻ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഫിംഗർ ചിപ്സിൻ്റെ കൂടെ അല്പം കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ വറുത്തും ചേർക്കാം കേട്ടോ. അങ്ങനെ 2 തരത്തിലുള്ള നമ്മുടെ കപ്പ ചിപ്സ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇതിനൊപ്പം അപ്ലോഡ് ചെയ്ത മറ്റ് കപ്പ റെസിപ്പികളും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്